ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ വീഡിയോ കാണുന്നൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ എന്നത്തെയും പോലെ തന്നെ 4:50 കേട്ടോ അലാറം വെക്കാറുള്ളത്. അപ്പോൾ എന്ന് ഞാൻ അലാറം ഓഫാക്കിയിട്ട് അങ്ങനെ കിടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എണീക്കുന്നത് 5:30 മണിക്കാണ് കേട്ടോ. അപ്പോൾ ലേറ്റായിട്ടുണ്ട്. അപ്പോൾ മീൻ കറിയൊക്കെ കുറച്ച് വെച്ചതുണ്ടായിരുന്നു, മീൻ കറി. പിന്നെ ഞാൻ പൂരി ചുടാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ മൈദയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുഴച്ച് പരത്തി ചുടാനുള്ള നേരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേഗം മൈദ കലക്കിയിട്ട് ദോശ ചുടാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം അലാറം ഓഫാക്കിയിട്ട് കിടക്കണത് ഇപ്പോഴാണ് കേട്ടോ. അല്ലെങ്കിൽ അലാറം അടിച്ച പടന്നെ ഉണർന്ന് ഒരു 2 മിനിറ്റ് മാത്രം അങ്ങനെ കിടന്നിട്ട് വേഗം എണീക്കും കേട്ടോ. ഇന്നലെ എന്താ അറിയില്ല, ഉറക്കത്തിൽ അങ്ങനെയും ഞാൻ അലാറം ഓഫാക്കിയിട്ട് അങ്ങനെ കിടന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇരിക്കുന്നത് കയ്യുന്നില്ലാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പിന്നെ ബുക്ക് ചെയ്തിട്ട് പോയിട്ട് ടോക്കൺ എടുക്കും. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ടോക്കനൊക്കെ എടുക്കാം, പിന്നെ എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഡ്രസ്സ് കൊടുക്കണം. അപ്പോൾ അതിനുള്ള പൈസയും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ചീട്ടൊക്കെ എടുത്ത് അവർ വന്ന് ഇന്ന് നേരത്തെ കാണിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ മരുന്ന് വാങ്ങിയില്ല, നേരെ നീതിയിൽ പോയിട്ട് മരുന്ന് വാങ്ങാൻ കേട്ടോ. അങ്ങനെ ഓട്ടോറിക്ഷ കയറി പോകുന്നതാണ് കേട്ടോ. പിന്നെ അവർ മരുന്നൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഉപ്പയും ബസ് കയറി പോയി. ഞങ്ങൾ തുണികൾ എടുക്കാൻ വേണ്ടി വന്നു. തുണികൾ എടുത്തിട്ട് പിന്നെ ഫാൻസി കയറിയതാണ് കേട്ടോ. അപ്പോൾ യാദൃച്ഛികമായിട്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ഫാൻസിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബസ് കയറാൻ പോകുമ്പോൾ ഒരാൾ ഇങ്ങനെ ചിരിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ചിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നോക്കി. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മനസ്സിലിങ്ങനെ കാണുന്നൊരു മുഖമാണ് കേട്ടോ. പുതിയതായിട്ട് ഞങ്ങൾ സ്കൂളിലേക്ക് വന്നൊരു കുട്ടി അങ്ങനെ. അപ്പോൾ അങ്ങനെ അത് കാണണം മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ആ സ്കൂൾ കഴിഞ്ഞിട്ട് പിന്നെ നേരെ കണ്ടിട്ടുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മുഖമുള്ള ഒരാൾ ചിരിച്ചിങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ അറിഞ്ഞിട്ട് ചിരിച്ച് വരികയാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ എന്നെ അറിയില്ല അവൾക്ക് കേട്ടോ. പിന്നെ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു, പേരൊക്കെ പറഞ്ഞപ്പോൾ അറിയുന്നൊക്കെ പറഞ്ഞു. എന്നാലും ആ അർജൻറ്റിൻ്റെ ഇടയിൽ ഫോൺ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഞാൻ വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അത്രയ്ക്കും അവളെ ഓർത്തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ പിന്നെ പുതിയതായിട്ട് വന്ന കുട്ടിയാകുമ്പോൾ എല്ലാവരും ഇങ്ങനെ അതിശയത്തോടെ ഇങ്ങനെ നോക്കുക. പിന്നെ പുതിയ ക്ലാസ്സിക്ക് പുതിയ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ആക്കണം, നമ്മളെ ഫ്രണ്ടാക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കുമല്ലോ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങോട്ട് വാ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കട്ടോ. അപ്പോൾ മൂപ്പത്തിയിൽ കുറച്ച് ഹൈറ്റ് കമ്മിയായിട്ടുള്ള ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ 4-5 ബെഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ടിൽ ഇരിക്കുന്നവരൊക്കെ ഹൈറ്റ് കമ്മിയായിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അവളെ ഫസ്റ്റ് ബെഞ്ചിൽ തന്നെ ഇരുത്തി. പിന്നെ ഹൈറ്റ് കമ്മിയായതുകൊണ്ട് ആ ചെറിയ ഹൈറ്റ് കമ്മിയായ കുട്ടികളെ കൂട്ടത്തിൽ തന്നെ ഇരുത്തിയിട്ടോ. അപ്പോൾ ഇങ്ങനെ ക്ലാസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സ്കൂൾ ജീവിതങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് ആ കൂട്ടത്തിൽ അങ്ങനെ ഓർത്തപ്പോൾ അങ്ങനെ ഒരാഴ്ചയായിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അതാണ് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഷോക്കായത്. അതേപോലെ തന്നെ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ തന്നെ ഇതേപോലെ ആശംസേൻ്റെ അവിടെ നിന്നുണ്ട് ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് നടന്നു കാണുമ്പോൾ ഒരു താത്ത കയ്യിൽ പിടിച്ചു കേട്ടോ. പക്ഷെ ഞാൻ ആ താത്തനെ കണ്ടിട്ടുണ്ട്, മുഖത്തൊക്കെ നോക്കിയപ്പോൾ എനിക്ക് ആളാണ്. താത്ത കയ്യിൽ പിടിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് പാക്കണയിലുണ്ടായിരുന്ന താത്തേനെ ഞങ്ങൾ മുറ്റത്ത് കൂടെ ചപ്പെടുക്കാനൊക്കെ പോയിരുന്ന താത്തേനെ എന്നും കാണുന്നതുകൊണ്ട് നമുക്ക് നല്ല പരിചയമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് വർത്താനം പറഞ്ഞപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയ മോള് പറയാം, ഇത്രയൊക്കെ ഓർത്ത് വെച്ച് ഉമ്മച്ചീനെ അറിയാൻ വേണ്ടിയിട്ട് ഈ താത്താക്ക് എങ്ങനെ ഉമ്മച്ചീനെ എങ്ങനെ അറിയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കറിയില്ല. ഞാൻ പിന്നെ പാക്കണയിലാകുമ്പോൾ നമ്മളെ മുറ്റത്ത് കൂടെ അവർ ചപ്പെടുക്കാനും എടുത്തിട്ട് പോകും. പാല് വാങ്ങിക്കാൻ പോകുമ്പോൾ അവർ വീട്ടിൽ കൂടെയൊക്കെ തന്നെ എന്നെ അതിനെ അറിയുന്നുണ്ടാവും, എനിക്കതിനെ മനസ്സിലായിട്ടില്ല. അതാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ ഡ്രസ്സിന് മാച്ചിങ് ആയിട്ടുള്ള കമ്മലും പിന്നെ വളകളൊക്കെ വാങ്ങണമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. അപ്പോൾ ഒരു സൺക്രീമും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മോതിരവും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഫാൻസി മോതിരം നോക്കിയപ്പോൾ പിന്നെ എനിക്ക് പാകത്തിന് കറക്റ്റായിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് വലിയ മോതിരം നോക്കിയപ്പോൾ ഒരു മോതിരം കിട്ടിയിട്ട് അപ്പോൾ അത് ഗ്യാരണ്ടി മോതിരമാണെന്ന് പറഞ്ഞപ്പോൾ അതെടുത്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മഴക്കാലമൊക്കെ അല്ലേ, സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു കറുപ്പ് ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ കെട്ടുന്ന ചെരുപ്പല്ല നമ്മൾ മഴക്കാലത്തൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ മോൾക്ക് അങ്ങനത്തെ ചെരുപ്പ് വേണ്ട, ഇങ്ങനത്തെ ചെരുപ്പ് മതി പറഞ്ഞിട്ട് എടുത്തിട്ട്. അപ്പോൾ എൻ്റെ വിചാരം ഇത് നമ്മൾ ലെതറിൻ്റെ ചെരുപ്പുണ്ടാവില്ല, വെള്ളം നനഞ്ഞാൽ പൊട്ടുന്ന അതുപോലത്തെ ചെരുപ്പാണ് വെച്ചിട്ട് ഞാൻ കടയിൽ പോയിട്ട് പറഞ്ഞു ഈ ചെരുപ്പ് വേണ്ട കേട്ടോ, വെള്ളം നനഞ്ഞാൽ പൊട്ടും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
കടക്കാരൻ പറയുന്നത് ഇത് പൊട്ടൂല താത്ത, ഇത് നല്ല ചെരുപ്പാണ്, നല്ല പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ക്യൂബിക്സിൻ്റെ കമ്പനീൻ്റെ വേറൊരു കമ്പനി ചെരുപ്പാണ്, നല്ല ചെരുപ്പാണെന്നൊക്കെ പറഞ്ഞു. മോളും നല്ല ചെരുപ്പൊക്കെ എന്നിട്ട് മോള് വീട്ടിൽ വന്നിട്ട് എന്നോട് പറയും ഉമ്മച്ചി പറയുമ്പോഴൊക്കെ കാക്ക മുത്തൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന സാധനമല്ല, അതിനിപ്പോൾ ആരും പേടിക്കണ്ടല്ലോ, നമുക്ക് നല്ലതാണെങ്കിൽ നമ്മൾ എടുക്കുക അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അവളോട് കേട്ടോ. അപ്പോൾ അന്ന് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയപ്പോൾ ഈ ബണ്ണ് ഞങ്ങൾ എല്ലാ കടയിലും തിരഞ്ഞു കേട്ടോ, എനിക്ക് കിട്ടിയില്ല. നല്ല വലിഞ്ഞ് നിൽക്കും, മുടി കെട്ടാൻ പോണിറ്റയിൽ കെട്ടാൻ നല്ല സുഖമായിട്ട് കെട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചാണ്. ഒരു സെറ്റിന് 10 രൂപ കേട്ടോ. പിന്നെ ഞാൻ പോരുന്ന വഴിക്ക് ബോഗൻവില്ലേൻ്റെ ചെടി കണ്ടപ്പോൾ ഒരു കൊമ്പ് ചുട്ടതാണ് കേട്ടോ. അതുണ്ടാവുമോ നോക്കണം നമുക്ക്. പിന്നെ ഞങ്ങൾ ആദ്യം വയലറ്റ് എന്നൊരു ഷോപ്പിൽ കയറിയിട്ടാണ് മോൾക്ക് ഡ്രസ്സ് തിരഞ്ഞത്. അപ്പോൾ അവൾക്ക് ഡ്രസ്സ് കിട്ടിയില്ല, അവൾക്ക് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ചുരിദാർ എടുക്കണമെന്ന് വെച്ചിട്ട് പോയതല്ല കേട്ടോ. ഇതിൻ്റെ മുന്നേ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, നൈറ്റി വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും എടുക്കണ്ടേ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങനെ എടുത്തതാണ് ഈ ചുരിദാർ കേട്ടോ. പിന്നെ മോൾക്ക് അവിടെ നിന്ന് ചുരിദാർ ഇട്ടാത്തതുകൊണ്ട് ഞങ്ങൾ കാഞ്ഞിരണ്ടിയിൽ പോയിട്ട് അവൾക്ക് ഡ്രസ്സ് എടുത്തിട്ടോ, കോട്ടൺ ചുരിദാർ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ഇന്നറും എല്ലാ ഡ്രസ്സൊക്കെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഇന്നറും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനാർക്കലി ചുരിദാർ വേണമെന്നും പറഞ്ഞിട്ട് അവൾ ചോദിച്ചപ്പം ഇങ്ങനത്തെ മോഡലുള്ളൂ, പിന്നെ ഇതിലും വലിയ മോഡൽ തുണി വ്യത്യാസമുള്ളതിന് 2000 ചില്ലറ രൂപ വരുന്നു പറഞ്ഞു കേട്ടോ. അപ്പോൾ ആളൊന്നും ബഡ്ജറ്റ് അത്രക്കില്ല, ഒരു 1500-ൻ്റെ ഉള്ളിൽ വരുന്ന മാതിരി ചുരിദാറുകൾ മതി പറഞ്ഞിട്ട് ഞങ്ങൾ ഈ ചുരിദാർ എടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് ഇട്ടിട്ടും നന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗോൾഡ് കവറിങ്ങിൻ്റെ മോതിരെടുത്തതിൻ്റെ ഇത് ഗ്യാരണ്ടി കാർഡൊക്കെയാണ് കേട്ടത്. അപ്പോൾ 1 വർഷത്തിനുള്ളിൽ കളറ് പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് മുക്കി തരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100 രൂപയാണ് കേട്ടോ മോതിരത്തിന്. അപ്പോൾ അവൾ വള വാങ്ങിച്ചത് ബ്ലാക്ക് മെറ്റലിൻ്റെ 2 സെറ്റ് വളയാണ്. നല്ല രസമുണ്ട് കയ്യിലിട്ടിട്ട് കാണാനൊക്കെ. അപ്പോൾ സൺക്രീമും ചെറുതാണ് എടുത്ത്, വലുത് നോക്കിയപ്പോൾ ഭയങ്കര വിലയാണ്. അപ്പോൾ ഒരു ചെറുത് സൺക്രീം വന്നെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫാൻസി ഐറ്റങ്ങൾ അതേമാതിരി ഗ്യാരണ്ടി സാധനങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെ പൈസ കളയാറൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. ഇപ്പോൾ നമ്മളൊരു മാല വാങ്ങിക്കണമെങ്കിൽ 300, 250 അങ്ങനെയൊക്കെ പൈസ വേണ്ട. അപ്പോൾ ആ പൈസ ചേർത്ത് വെച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്കൊരു സ്വർണ്ണം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാരണ്ടി ഉപയോഗിക്കാറേ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് ഒരു മോതിരം 1 ഗ്രാമിൻ്റെ മോതിരം 3000 റുപ്യക്ക് വാങ്ങിയിരുന്നു കേട്ടോ. അതാണ് എൻ്റെ കയ്യിൽ മോതിര വിരലിൽ ഒരു അടയാളം കാണുന്നുണ്ട്, ഒരു റിങ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മോൾക്ക് ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട് മോതിരം കൊടുത്ത്, വില കൂടിയ സമയത്ത് 8000 ചില്ലറ റുപ്യ എന്തോ കിട്ടിയിട്ടോ മോതിരത്തിന്. അങ്ങനെ അത് കൊടുത്ത് അവൾക്ക് ഫോൺ വാങ്ങിച്ചു. അപ്പോൾ അവിടെ കുറേ കാലമായിട്ട് മോതിരം കൈമ കിടന്നിട്ട് അവിടെ ഒരു അടയാളവും കൈമൽ മോതിരം തടയുന്ന പോലെ ഒരു തോന്നലാട്ടോ. അപ്പോൾ എനിക്ക് മോതിരം ഇടണം എന്ന് തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സ്വർണ്ണത്തിൻ്റെ അതേ മോഡൽ തന്നെ, കാണാനും നന്നായിട്ടുണ്ട് കേട്ടോ മോതിരം. അപ്പോൾ 100 രൂപയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എടുത്തു. പിന്നെ ഞാൻ പോരാൻ നേരത്ത് പൈസ തികഞ്ഞില്ല. അപ്പോൾ അവരോട് ചോദിച്ചു മോതിരം എടുത്തില്ല വെച്ചിട്ട് കുഴപ്പമുണ്ടോ, മോതിരം വേണ്ട എനിക്കിപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ സാറില്ല താത്ത പെരുന്നാളൊക്കെ അല്ലേ ഒരു മോതിരമൊക്കെ എടുത്തോളി പറഞ്ഞിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. എന്നിട്ടും മനസ്സൊന്നുമില്ല എടുക്കാൻ. അപ്പോൾ നമ്മൾ 2-3 വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. ഇതുവരെ റീച്ച് ആയിട്ടുമില്ല, വ്യൂസ് കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാമെന്ന്, എന്ത് ചെയ്താലാണ് വ്യൂസ് കിട്ടുക, റീച്ച് ആവുക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എന്തായാലും നിർത്തുന്നില്ല, വീഡിയോ അങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.